മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മളിൽ ജ്ഞാനമുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവ് സമാഗതമായിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവ് നമ്മളോട് വചനത്തിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ 11:31 അവൻ്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തരം ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിൻ്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. കർത്താവ് നമുക്ക് ഈ സമയത്തെ ബോധ്യപ്പെടുത്തുവാനായിട്ട് വേണ്ടി, ദൈവമക്കളെ പരിപാലിക്കുവാൻ വേണ്ടി, രക്ഷിക്കുവാൻ വേണ്ടി ദൈവപുത്രനെ അയച്ച് ദൈവവചനം നമ്മളിൽ നിറഞ്ഞു നിന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമ്മളെ കർത്താവ് ഒരുക്കുകയാണ് ഈ സമയം. എന്തെന്നാൽ ഇന്ന് ലോകമെമ്പാടും അരാജകത്വം വാഴുന്ന ഈ സമയത്ത് കർത്താവായ യേശു സ്ഥാപിച്ച തിരുസഭയിലും അരാജകത്വം സംഭവിക്കുന്നു. അതിൻ്റെ പ്രധാന കാരണം കർത്താവായ യേശുവിൻ്റെ വിധിയാളനായിട്ടുള്ള വരവാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളുടെ രക്ഷക്കായി സ്ഥാപിച്ച തിരുസഭയെയും തകരുന്ന രീതിയിൽ ഓരോ പ്രവർത്തനങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുസഭയുടെ ഏറ്റവും വിശുദ്ധമായ ബലി ഇന്ന് പലയിടങ്ങളിലും അർപ്പിക്കാതെ അനുസരണക്കേടിൻ്റെ, അവഹേളനത്തിൻ്റെ, ദൈവപുത്രനെ നിന്ദിക്കുന്നതിൻ്റെ ബലി അത് ആർക്കു വേണ്ടിയാണ്? ആ ബലി അർപ്പിക്കുന്നവർ സാത്താനു വേണ്ടി അർപ്പിക്കുന്ന ബലിയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് കാരണം എന്താണ്? ആദവും ഹവ്വയും കർത്താവിൻ്റെ വാക്കുകളെ അനുസരിക്കാതെ നിത്യനാശത്തിലേക്ക് ദൈവമക്കൾക്ക് പോകുന്ന അവസരമുണ്ടാക്കിയ പോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ ദൈവം സ്ഥാപിച്ച സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ സഭയിൽ തന്നെ അഴിഞ്ഞാടുമ്പോൾ നമ്മളെ നയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇടയന്മാർ പോലും കർത്താവിനെ മനസ്സിലാക്കാതെ, കർത്താവിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കാതെ ഇന്ന് സാധാരണമായിട്ട് രമ്യപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ സംഭവിച്ചത്? എവിടെയും തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ തെറ്റുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുദപിച്ചുകൊണ്ട് കർത്താവിലേക്ക് എത്തുന്നതാണ് ദൈവമക്കളുടെ ലക്ഷണം. എന്നാൽ തെറ്റിനെ ന്യായീകരിക്കുകയും ആ തെറ്റ് ചെയ്യുന്നവരെ രക്ഷിക്കുകയും ചെയ്യുന്ന നയത്തോടുകൂടി ഇടയന്മാർ സഞ്ചരിക്കുമ്പോൾ അവിടെ അരാജകത്തിൻ്റെ, വിനാശത്തിൻ്റെ അരൂപി വന്ന് കയറി എന്നുള്ളതാണ് സത്യം. ഒരു ദേവാലയം സ്ഥാപിക്കുന്നത് ദൈവജനത്തിന് ആത്മീയ നന്മകൾ ലഭിക്കുവാനായിട്ടാണ്, നിത്യജീവനിലേക്ക് എത്തിച്ചേരുവാനായിട്ടാണ്. എന്നാൽ ഇന്ന് പല ദേവാലയങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന, സഭയിലെ മക്കളായവർക്ക് പോലും എല്ലാ രീതിയിലുള്ള മുഖങ്ങൾ വഹിക്കുവാനുള്ള അവസരം മാത്രമാണ് ഇന്ന് ഇടയന്മാരും പുരോഹിതരും സന്യസ്തരുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ബലിയും കർത്താവിന് സ്വീകാര്യമാകണമെങ്കിൽ ഹൃദയത്തിൽ നിന്നും വിശുദ്ധിയോടുകൂടിയുള്ള അർപ്പണമാണ്. അതാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ലും
നമ്മളെ അറിയിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കുവിൻ. ഓരോ വചനത്തിലൂടെയും വിനാശത്തെക്കുറിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മളെ നയിക്കേണ്ടവരായ ഇടയന്മാർ സഹിതം സാത്താന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, തിരുസഭയെ തകർക്കുവാനായിട്ട് ബോംബുണ്ടാക്കി വച്ചിരിക്കുന്നതായ ഒരു അവസ്ഥ, അൻസരക്കേടെന്നുള്ള ഒരു ബോംബ്. ആ ബോംബിലൂടെ അതിനെ കത്തിക്കുവാനായിട്ട് വേണ്ടി, അത് തടഞ്ഞു നിർത്തേണ്ടതായ ഇടയന്മാർ അതിനെ കത്തിച്ചുകൊണ്ട് സഭയിലുടനീളം ആഗോള കത്തോലിക്ക സഭ മുഴുവൻ അനുസരണക്കേടിൻ്റെ ബോംബ് വിക്ഷേപിക്കുവാനായിട്ട് വേണ്ടി ഇവർ കാരണമാവുന്നു. അതെ, ഇവർ തന്നെയാണ് കർത്താവിൻ്റെ സഭയെ നശിപ്പിക്കുവാനായിട്ട് വേണ്ടി കൂട്ടുനിന്ന വ്യക്തികൾ. എന്നാൽ ഒരു സത്യം മനസ്സിലാക്കുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, ബലിയാകുന്ന വളരെയധികം ഇടയന്മാരുണ്ട്, പുരോഹിതരുണ്ട്, സന്യസ്തരുണ്ട്, ദൈവജനമുണ്ട്. അതുപോലെ തന്നെ രക്ഷകനും നാഥനുമായിട്ട് യേശുവിനെ സ്വീകരിച്ചിരിക്കുന്ന സകല ജനങ്ങളും ഇന്ന് യേശുവിൻ്റെ രക്ഷയിലും മാത്രമാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്. അത് പിതാവിൽ നിന്ന് കൃപ ലഭിച്ചവർക്കല്ലാതെ അത് മനസ്സിലാക്കുവാനോ സ്വീകരിക്കുവാനോ സാധ്യമല്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ നമ്മളെ സത്യം മനസ്സിലാക്കി തരും. അതിനായിട്ട് നമ്മൾ സഹിക്കുകയും പീഡിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാലും നമ്മുടെ രക്ഷകനായ യേശു നമുക്ക് കാണിച്ചു തന്ന പിതാവായ ദൈവത്തിൻ്റെ വസതിയിലേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവജനം പലയിടങ്ങളിലും പീഡിപ്പിക്കപ്പെടും. വെളിപാട് പുസ്തകത്തിലൂടെയും ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലൂടെയും നമ്മളത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ് അത് വായിക്കുവാനും ഗ്രഹിക്കുവാനും നിങ്ങൾക്ക് കൃപ ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇന്നത്തെ ഈ അവസ്ഥ, കർത്താവിൻ്റെ വചനം നമ്മളെ പ്രബോധനം നൽകുന്നത് നിത്യമായ ജീവനിലേക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വ്യക്തികൾക്ക് എത്തിച്ചേരുവാനുള്ള അവസരമാണ്. ആയതിനാൽ ഓരോ ദിനവും ജാഗ്രതയോടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഏവർക്കും ആത്മീയ ഭൗതിക അനുഗ്രഹങ്ങളാൽ സമ്പന്നമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണാശ്ശേരി.